أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 144 വചനമാണ് നിങ്ങൾ കേട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: മുസ്ലിങ്ങളെ, എപ്രകാരം നാം നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നുവോ അതേ പ്രകാരം നിങ്ങളെ നാം ഒരു ഉത്കൃഷ്ട സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ മറ്റു മനുഷ്യരുടെ മേൽനോട്ടക്കാരാകുന്നതിനും ഈ പ്രവാചകൻ നിങ്ങളുടെ മേൽനോട്ടക്കാരനാകുന്നതിനും വേണ്ടി നീ ലക്ഷ്യമാക്കിയിരിക്കുന്ന ഖിബലയെ നാം നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രവാചകനെ പിന്തുടരുന്നവനെ തൻ്റെ കുതികാലുകളിൽ പിന്തിരിഞ്ഞു കളയുന്നവനിൽ നിന്ന് വേർതിരിച്ചറിയുന്നതിന് മാത്രമായിരുന്നു. അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കുകയില്ല. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് വളരെയധികം ഔദാര്യമുള്ളവനും അധികമധികം കരുണ ചെയ്യുന്നവനുമാകുന്നു. ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ കഴിഞ്ഞ ദർസിൽ ഇസ്ലാം സന്തുലിതമായ അധ്യാപനം, അതായത് ഇസ്ലാം ഒരു മധ്യമ സമൂഹമാണ് എന്ന് പറഞ്ഞതിന് ഇസ്ലാം സന്തുലിതമായ അധ്യാപനം നൽകിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഹുദൂർ വിവരിച്ചിരുന്നു. അതിനുശേഷം ഹുദൂർ പറയുകയാണ്, അള്ളാഹു പറയുന്നു, ഇങ്ങനെ നാം ചെയ്തത് ലിതകൂനു ഷുഹദാ അലന്നാസ്, അതായത് നിങ്ങളെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും ഉന്നതമാക്കിയിരിക്കുന്നത്, സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമാക്കിയിരിക്കുന്നത്, അതായത് നിങ്ങൾ മറ്റു മതങ്ങളുടെയും മറ്റു ജനവിഭാഗങ്ങളുടെയും മുന്നിൽ സാക്ഷിയായി നിലകൊള്ളണം. അതായത് ഏതുപോലെ ഒരു സാക്ഷിയുടെ സാക്ഷ്യത്താൽ എന്താണ് സത്യമെന്നും ആരുടെ ഭാഗത്താണ് സത്യമെന്നും എവിടെയാണ് സത്യമെന്നും തെളിയിക്കപ്പെടുന്നത് പോലെ നിങ്ങൾ ഖുർആൻ്റെ അധ്യാപനമനുസരിച്ച് ജീവിച്ച് അതിൻ്റെ ഫലങ്ങൾ തങ്ങളിൽ പ്രകടമാക്കിയാൽ അവർക്ക്, അതായത് ഖുർആൻ്റെ സത്യതയുമായി ഇതുവരെ പരിചയപ്പെടാത്ത മറ്റ് ജനവിഭാഗങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയായി നിലകൊള്ളും. അതായത് അവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടും കൊണ്ട് അവർ പ്രഖ്യാപിക്കും തങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ വാദങ്ങൾ സത്യമാണെന്ന് കണ്ടെത്തിയെന്ന്. അങ്ങനെ മറ്റുള്ളവർ അവരുടെ പരിശുദ്ധ ജീവിതവും ആകാശീയമായ സഹായവും, അതായത് ഈ മുസ്ലിങ്ങളുടെ പരിശുദ്ധ ജീവിതവും അതുപോലെ തന്നെ ആകാശീയമായ സഹായവും കണ്ടുകൊണ്ട് മനസ്സിലാക്കും ഇവരുടെ ഈ മാർഗമാണ് സത്യമെന്ന്. പിന്നെ അവസാനം പറയുന്നു, ഏതുപോലെ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ മറ്റു സമുദായങ്ങൾക്ക് സാക്ഷിയാക്കിയോ അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ജമാഅത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ സത്യതയ്ക്ക് വേണ്ടി സാക്ഷിയാക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, ഒരു ഭാഗത്ത് നിങ്ങളുടെ കടമയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആത്മീയ അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ട് ലോകത്തിലെ സമുദായങ്ങൾക്ക് നേർമാർഗം കാണിക്കുക എന്നുള്ളത്. മറ്റൊരു ഭാഗത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുടെ മേൽനോട്ടക്കാരനും സംരക്ഷകനുമാക്കി നിയമിച്ചിരിക്കുന്നു. നിങ്ങളിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇസ്ലാഹ് ചെയ്യുന്നതാണ് എന്ന്. പിന്നെ ഹുസൂർ പറയുന്നു, യഥാർത്ഥത്തിൽ ഒരു പ്രവാചകൻ എത്ര ഉന്നതമായ പദവിയിലാണോ അത്രയും ഉന്നതമായൊരു സമുദായത്തെയാണ് അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുന്നത്. കാരണം പ്രവാചകൻ ഉന്നതനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമുദായം ന്യൂനതകളുള്ളതാണെങ്കിൽ ആ പ്രവാചകൻ്റെ ശക്തി പാഴായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല ഒരു പ്രവാചകൻ അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് ഒരു സമുദായം നൽകാതിരിക്കുക എന്നത് അസാധ്യമാണ്.
ഹദ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിക്ക് അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സമുദായം ലഭിച്ചു. അതുപോലെ തന്നെ ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അവിടുത്തെ യോഗ്യതയ്ക്ക് ഉന്നതമായ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സമുദായമാണ് ലഭിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു നിർണായക സംഭവത്തിൽ മൂസ അലൈഹി ഇസ്ലാമിയുടെ സമുദായം അദ്ദേഹത്തിന് ഒരു നിർണായകമായൊരു സന്ദർഭത്തിൽ, അതായത് കനാനിലേക്ക് യുദ്ധത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുന ഖാഇദൂൻ. നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളിവിടെ ഇരിക്കും. എന്നിട്ട് ഇവർ പറയണം, പക്ഷേ ബദർ യുദ്ധത്തിൻ്റെ അവസരത്തിൽ തൻ്റെ സഹാബാക്കളോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം പറഞ്ഞതുപോലെ ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുന ഖാഇദൂൻ എന്ന് ഞങ്ങൾ പറയുകയില്ല. മറിച്ച് യാ റസൂലുള്ളാഹ്, താങ്കൾ കൽപ്പന നൽകിയാൽ ഈ കുതിരകൾ സഹിതം സമുദ്രത്തിൽ മുങ്ങാനും ഞങ്ങൾ തയ്യാറാണ്. യുദ്ധമുണ്ടായാൽ അള്ളാഹുവാണ് സത്യം. ഞങ്ങൾ താങ്കളുടെ മുമ്പിലും പിൻപിലും യുദ്ധം ചെയ്യും, താങ്കളുടെ ഇടതു നിന്നും വലതു നിന്നും യുദ്ധം ചെയ്യും. ഞങ്ങളുടെ ശവങ്ങളിൽ ചവിട്ടിയിട്ടല്ലാതെ ശത്രുക്കൾക്ക് താങ്കളുടെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഹുസൂർ പറയുകയാണ്, ഈ സഹാബിയുടെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ സമുദായവും അദ്ദേഹത്തിൻ്റെ നാവിലൂടെ സംസാരിക്കുകയായിരുന്നു. അതൊരു വ്യക്തിയുടെ ശബ്ദമല്ല, മറിച്ച് ഒരു സമുദായത്തിൻ്റെ ഒരുമിച്ചുള്ള ശബ്ദമാണ് അവിടെ കണ്ടത്. ഹദ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും ഹദ്രത്ത് മൂസ അലൈഹി ഇസ്ലാമും തമ്മിലുള്ള ഈ വ്യത്യാസത്തിൻ്റെ കാരണം ഇതാണ്. ഹദ്രത്ത് മൂസ അലൈഹി ഇസ്ലാം ഒരു പരിമിതമായ കാലഘട്ടത്തിനും ഒരു പ്രത്യേക സമുദായത്തിനു വേണ്ടി മാത്രമാണ് വന്നത്. അവരുടെ ന്യൂനതകൾ നീക്കം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവാചകത്വം മുഴുവൻ ലോകത്തിനു വേണ്ടിയാണ്. ഖിയാമത്ത് വരെ അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ കാലഘട്ടം നിശ്ചയിച്ചിരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.